മൂന്നാം തവണയും ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരമുറപ്പിച്ച ബി.ജെ.പി. എൻ.ഡി.എ സഖ്യം 300-നടുത്ത് സീറ്റുകൾ നേടി എൻ.ഡി.എ അധികാരമുറപ്പിക്കുമ്പോൾ 200 കടന്നുകൊണ്ട് വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. വിശദാംശങ്ങളിലേക്ക് പോകാം. എങ്ങനെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റമെന്ന് ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് നിന്ന് ജിഷ്ണു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വിവരങ്ങൾ പ്രകാരം 466 സീറ്റുകളിൽ ഇനിയും ഡിക്ലെയർ ചെയ്യാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും ബി.ജെ.പി. 48 സീറ്റുകളിൽ ജയിച്ചു, 192 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നതടക്കം ത്രസിപ്പിക്കുന്ന വിജയത്തെക്കുറിച്ച്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും എൻ.ഡി.എ ഭരണമുറപ്പിക്കുകയാണ്. തീർത്തും വലിയ രീതിയിലുള്ള പോരാട്ടം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നുള്ളത് ഇന്ന് രാവിലെ മുതലുള്ള വോട്ടെണ്ണൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ വോട്ടെണ്ണലിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പി. എൻ.ഡി.എ ക്യാമ്പിന് ഒരു അനായാസ വിജയം ഇത്തവണ ലഭിച്ചില്ല എങ്കിൽ പോലും കേവല ഭൂരിപക്ഷവും കടന്നുകൊണ്ട് ഇതിനോടകം തന്നെ എൻ.ഡി.എ മുന്നണി, ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണി ഭരണമുറപ്പിച്ചിരിക്കുകയാണ്. മൂന്നാം തവണയും എൻ.ഡി.എ ഭരണമുറപ്പിക്കുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ, അത് ഭാരതത്തിന്റെ ഓരോ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ ബി.ജെ.പിക്ക് ഉണ്ടായി എന്നുള്ളതും, ഒപ്പം ബി.ജെ.പി. വിചാരിച്ചത്ര നേട്ടം കൊയ്യാൻ സാധിക്കാതെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് രാഷ്ട്രീയ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളതും തീർച്ചയായും രാഷ്ട്രീയപരമായി വിശകലനം ചെയ്യേണ്ടതാണ്. ഞാനിപ്പോഴുള്ളത് ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്താണ്. ഇവിടെ രാവിലെ 11 മണി മുതൽ തന്നെ വലിയ രീതിയിൽ ബി.ജെ.പി. പ്രവർത്തകരും നേതാക്കളും എത്തിക്കൊണ്ട് ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. കാരണം എൻ.ഡി.എക്ക് തുടർഭരണം ഉണ്ടാകും എന്നുള്ളത് പ്രവർത്തകരെ സംബന്ധിച്ചും ബി.ജെ.പി. നേതൃത്വത്തെ സംബന്ധിച്ചും യാതൊരു തരത്തിലുമുള്ള സംശയമില്ലായിരുന്നു. അത്തരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തെ വെല്ലുന്ന രീതിയിൽ ഒരു തരത്തിലും വോട്ടെണ്ണലിന്റെ ഒരു തരത്തിലും ഈ കേവല ഭൂരിപക്ഷത്തിനോട് അടുക്കാൻ എൻ.ഡി.എ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മൂന്നാം തവണയും എൻ.ഡി.എ ഭരണമുറപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഇവിടെ ബി.ജെ.പി. ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ അരമണിക്കൂറിലധികമായി കനത്ത സുരക്ഷാ വലയത്തിലേക്ക് ബി.ജെ.പി. ഡൽഹി ആസ്ഥാനം മാറിയിട്ടുണ്ട്. അതിന് കാരണം ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ബി.ജെ.പി. ഓഫീസിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെയെല്ലാം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതായത് 192 സീറ്റുകൾ ഇനിയും ഫലം ഡിക്ലെയർ ചെയ്യാനിരിക്കെ ബി.ജെ.പി. ലീഡ് ചെയ്യുന്ന ഇടങ്ങളിൽ ഡിക്ലെയർ ചെയ്യാനിടയ്ക്ക്, പക്ഷെ മന്ത്രിസഭാ രൂപീകരണവുമായി മുന്നോട്ട് പോകാൻ, സത്യപ്രതിജ്ഞയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസം അധികമുണ്ട് ബി.ജെ.പിക്ക്. രൂപീകരണത്തിന്റെ ചർച്ചകൾ ഇതിനോടകം തന്നെ ബി.ജെ.പി. ആരംഭിച്ചിട്ടുണ്ട്. കാരണം വളരെ കൃത്യമായി എൻ.ഡി.എക്ക് കേവല ഭൂരിപക്ഷം കടക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അതിനുള്ള സീറ്റ് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 290-ലധികം 272 എന്ന സംഖ്യ കടന്നുകൊണ്ട് 295-ലധികം സീറ്റുകൾ ഇതിനോടകം എൻ.ഡി.എ ഉറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം നിരവധി സീറ്റുകളിൽ ലീഡ് നില ഇപ്പോഴും 1000-നും 2000-നും അടുത്തുള്ള നിരവധി സീറ്റുകൾ ഇപ്പോഴുമുണ്ട്. ഫലം ഡിക്ലെയർ ചെയ്യാനുള്ള മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ 240-ന് മുകളിലേക്ക് സീറ്റുകൾ നേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇതിനോടകം തന്നെ ബി.ജെ.പി. അധികാരമുറപ്പിക്കുന്നു. മോദി സർക്കാർ मोदी से फिर दोबारा आएंगे 400 पार जरूर होगा। ये जो दिल्ली में 7 सीट में बीजेपी आ गया, तो 7 सीट हमारी है, बिल्कुल डन, बिल्कुल फुल मोहम्मद से। मोदी ईमानदार है और केजरीवाल चोरे से हमारे मोदी सरकार जिंदाबाद. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, അരവിന്ദ് കെജ്രിവാളിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകരെല്ലാം തന്നെ ബി.ജെ.പി. ഓഫീസിലേക്ക് എത്തുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിലെ 7 സീറ്റുകളിൽ കനത്ത പോരാട്ടം നടന്നിരുന്നു. ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇത്തവണ കോൺഗ്രസും ആം ആദ്മിയും സഖ്യം ചേർന്നുകൊണ്ടാണ്, ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിലാണ് ഡൽഹിയിൽ മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡൽഹിയിലെ സീറ്റുകളിൽ വലിയ നേട്ടമുണ്ടാക്കും, ബി.ജെ.പിയെ പരാജയപ്പെടുത്തും തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ത്യ മുന്നണി നടത്തിയിരുന്നു. എന്നാൽ അത്തരം പ്രഖ്യാപനങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിലാണ് ഡൽഹിയിലെ 7 സീറ്റുകളും ഇത്തവണയും ബി.ജെ.പി. പിടിച്ചെടുത്തിട്ടുള്ളത്. സുഷമ സ്വരാജിന്റെ മകൾ, അന്തരിച്ച ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വജരാജ് 60,000-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആദ്യ അംഗത്തിൽ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ വിജയിച്ചു കയറിയിട്ടുള്ളത്. കൂടാതെ മനോജ് തിവാരി 3-ാം തവണയും ഡൽഹിയിൽ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹം
അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് കനയ്യകുമാറിനെതിരെ, ഇന്ത്യ മുന്നണിയുടെ കനയ്യകുമാറിനെതിരെ 1,21,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മനോജ് തിവാരി ജയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ രാജ്യതലസ്ഥാനത്ത് ഇന്ത്യ മുന്നണിയെ മലർത്തിയടിച്ചുകൊണ്ട് കരുത്ത് കാണിക്കാൻ BJP NDA സഖ്യത്തിന് സാധിച്ചു. രാജ്യത്തുടനീളം പരിശോധിക്കുമ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില സംസ്ഥാനങ്ങളിൽ BJPക്ക് വിചാരിച്ചത്ര നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ശരിയാണ് ജിഷ്ണു പറഞ്ഞത്. ഡൽഹി അടക്കം എടുത്തു പറയേണ്ട സംസ്ഥാനങ്ങൾ തന്നെയാണ്. കേരളത്തിലേത് ഒരു താമര എന്ന് പറഞ്ഞാൽ പോലും 100 താമരയുടെ തിളക്കമുണ്ടാ താമരയ്ക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഈ NDAയുടെ വിജയത്തിനൊപ്പം രാജ്യത്തിന്റെ ഘടകകക്ഷികൾ ഉൾപ്പെടെ ചേർന്നതിനെ കുറിച്ച് കൂടി വീണ, തീർച്ചയായും NDA സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഇതിനോടകം തന്നെ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ BJP ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ബീഹാറിൽ നിതീഷ് കുമാറിന്റെ JDU, ഒപ്പം തെലങ്കാനയിലും ആന്ധ്രയിലുമായി തെലുങ്ക് ദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവിന്റെ TDS എന്നീ പാർട്ടികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. ബീഹാറിൽ JDUവിന് 15-ലധികം സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. TDSനും അത്രത്തോളം സീറ്റുകൾ നേടാൻ സാധിച്ചു. ഒപ്പം ബീഹാറിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് 5 സീറ്റുകളാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. LJPക്ക് ബീഹാറിൽ 5 സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഇതിനോടകം തന്നെ 300-ലധികം സീറ്റുകൾ ഉറപ്പിക്കാൻ NDA നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വിജയിച്ചു വന്നിട്ടുള്ള സ്വതന്ത്രർ, അവരെ കൂടെ നിർത്താനും BJPക്കും നരേന്ദ്രമോദിക്കും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നിലവിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയിച്ചു കയറി വന്നിട്ടുള്ളത് BJP തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തെ തുടർ ഭരണം, അതിന്റെ ഭരണവിരുദ്ധ വികാരം മറികടന്നുകൊണ്ട് വികസന രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് വിജയിച്ചു കയറാൻ, ഒപ്പം BJP വിരുദ്ധ മുന്നണി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആം ആദ്മിയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ BJPയെ എതിർക്കുന്ന മുഴുവൻ കക്ഷികളും ഒരു സഖ്യമായി നിന്നുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിൽ മത്സരിച്ച് എതിർത്ത് നിന്നപ്പോഴും കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നുള്ളത് NDAക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് ബീഹാറിലെ നിതീഷ് കുമാറിന്റെ JDUവും ഒപ്പം ചന്ദ്രബാബു നായിഡുവിന്റെ TDSും ചിരാഗ് പാസ്വാന്റെ LJPയും ഉൾപ്പെടെ സഖ്യകക്ഷികളെയും പരമാവധി സ്വതന്ത്രരെയും കൂടെ നിർത്തിക്കൊണ്ട് 300-ന് മുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിലെ തുടർ ഭരണം തന്നെയായിരിക്കും BJP ലക്ഷ്യം വെക്കുന്നത്. അത്തരം ചർച്ചകൾ മുൻപോട്ട് പോവുകയാണ്. തീർച്ചയായും കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP നടത്തിയിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം, അത് നേരത്തെ സൂചിപ്പിച്ചു, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJP വിചാരിച്ച നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും കേരളത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് അക്കൗണ്ട് തുറക്കുന്നു. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മുന്നേറ്റമുണ്ടാക്കുന്നു. ഒപ്പം ജമ്മു കാശ്മീരിലെ 2 സീറ്റുകൾ നിലനിർത്താൻ സാധിക്കുന്നു. ഗുജറാത്തിൽ 1 സീറ്റ് മാത്രം വിട്ടുകൊടുത്തിട്ട് ബാക്കി സീറ്റുകൾ നിലനിർത്തുന്നു. രാജ്യതലസ്ഥാനത്തെ 7 സീറ്റുകളും നിലനിർത്തുന്നു. ഹിമാചൽ പ്രദേശിലെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കുന്നു. ഉത്തരാഖണ്ഡിലെ 5-5 സീറ്റ്, ഹിമാചൽ പ്രദേശിലെ 4-4 സീറ്റ്. അത്തരത്തിൽ 10 വർഷത്തെ തുടർ ഭരണത്തിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളിലും ശക്തി തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ 300